ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 103 ഉത്തരാർജിതത്തിലെ അധ്യായം 7 മൂന്നാമത്തെ ഖണ്ഡമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിലെ ദേവത അഗ്നിയാണ്. നമ്മൾ സോമയാഗത്തിൽ സോമേലം പിഴിഞ്ഞ് സംസ്കരിച്ചിട്ട് അഗ്നിയിലിട്ടിട്ട് അങ്ങ് മഴ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനായിട്ട് അങ്ങ് മുകളിലേക്ക് അയക്കുമ്പോൾ ആ പിഴിയുന്ന സമയത്തിൽ ചൊല്ലുന്നതാണിത്. അപ്പം പലതും റെപ്പറ്റീഷൻ വരും. ആ പ്രോസസ്സിൻ്റെ കൂടെ ബന്ധപ്പെട്ടുകൊണ്ട് പിഴിയെല്ലാം ചെയ്യുമ്പോൾ ചൊല്ലിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇവിടെ അഗ്നിയെ പറ്റിയാണ് പറയുന്നത്. എന്താണ് പറയുന്നത് നോക്കുക. പ്രശംസനീയനാണ് അഗ്നി, പൂജനീയനാണ് അഗ്നി. ഭുക്തിയാൽ സൂക്തരൂപത്തിലുള്ള ഈ സ്തുതിയെ വേണ്ട വിധം നമ്മൾ പൂജിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പം പൂജനീയനും പ്രശംസനീയനുമായ അഗ്നിയെ നമ്മൾ സ്തുതികളാൽ പൂജിക്കുകയാണ്, സ്തുതിക്കുകയാണ്. അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അഗ്നിയെ സമീപിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് സോമം സംസ്കരിച്ച് അഗ്നിയിലർപ്പിക്കണം. അപ്പോൾ അഗ്നി അത് മുകളിലേക്ക് എത്തിക്കും. ഞങ്ങളുടെ ശ്രേഷ്ഠമായ ബുദ്ധി നമുക്ക് ഗുണം ചെയ്യുന്ന രൂപത്തിലുള്ളതാണ്. അതായത് നമ്മൾ അഗ്നിയിൽ അർപ്പിക്കുന്നത് എപ്പോഴും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അർപ്പിച്ചാൽ മാത്രമേ അഗ്നി അതിനെ നമ്മളെ വേണ്ട രൂപത്തിൽ ആക്കി മാറ്റിത്തരികയുള്ളൂ. ഇപ്പം നമ്മൾ ചോറ് വെക്കണ്ടെങ്കിൽ അരിയും വെള്ളമെല്ലാം അഗ്നിയിലാണ് അർപ്പിക്കുന്നത്. എങ്ങനെ എത്ര വെള്ളം വേണോ അതെല്ലാം തീരുമാനിച്ചിട്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അർപ്പിച്ചാലേ അഗ്നി അത് ചോറാക്കി തരികയുള്ളൂ. അതുപോലെ ഇവിടെയും നമ്മളെ ശ്രേഷ്ഠമായ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് സോമത്തെ സംസ്കരിച്ച് അഗ്നിയിലേക്ക് അർപ്പിക്കുന്നത്. അപ്പോഴത് മംഗളരൂപിയായിത്തീരും. അതിൽ ഒട്ടും തന്നെ സംശയമില്ല. നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രവർത്തനം വിജയത്തിലെത്തുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് അങ്ങയുടെ മിത്രത്വം ഉണ്ടായിരിക്കുന്നതിനാൽ അതിലൊരു സംശയമില്ല, അഗ്നി നമ്മൾ വേണ്ടത് ചെയ്ത് തരും. കാരണം എന്തുകൊണ്ടാണ്? അത് നമ്മളോട് മിത്രഭാവത്തിലാണ് കഴിയുന്നത്. അഗ്നി എപ്പോഴും നമ്മളോട് മിത്രഭാവത്തിലാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ ചെയ്യുന്നത് സയൻസിലൂടെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. ഒരിക്കലും നമ്മൾ തെറ്റ് ചെയ്യാൻ ഇടവരരുത് എന്ന് പറയുകയാണ്. ഇവിടെ ഉദ്ദേശിച്ചത് അഗ്നി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല കർമ്മങ്ങളും ചെയ്യാം, മോശം കർമ്മങ്ങളും ചെയ്യാം. മിത്രമാണെന്ന് വെച്ചിട്ട് എന്തും ചെയ്തു കൂടാ. ഉദാഹരണമായിട്ട് നമ്മളെ ശത്രുക്കളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിന് കൊണ്ടുപോയിട്ട് തീ കൊണ്ടിട്ട് കഴിഞ്ഞാലോ, അഗ്നി നമ്മളെ മിത്രമാണെന്ന് വെച്ചിട്ട് അഗ്നി എടുത്തിട്ട് അങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പറ്റും? പാടില്ല. അതുകൊണ്ട് നമ്മളിൽ നിന്ന് ഹീനകൃത്യങ്ങളൊന്നും ചെയ്യാൻ ഇടവരരുത്. നിന്നെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം. അഗ്നി നമ്മളെ രക്ഷിക്കും. ഊർജം തന്നെയാണ് നമ്മളെ രക്ഷിക്കുന്നത്. നമ്മളെ ശരീരം നിലനിൽക്കുന്നത് ഒരു പ്രത്യേക ചൂട് നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇനി 415 ഇവിടെ പറയുകയാണ്. 415 അങ്ങയെ ഉപയോഗിച്ചിട്ടുള്ള യജ്ഞത്തിൽ നമ്മൾ 21 പദാർത്ഥങ്ങളുടെ ചമത ഒരുക്കുന്നു. 21 പദാർത്ഥങ്ങളുടെ ചമതയിലാണ് നമ്മൾ എല്ലാം ഒരുക്കി വെക്കുന്നത്. അത് തന്നെ 21 പദാർത്ഥങ്ങൾ നമ്മൾ ഈ യാഗത്തിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ 21 തിരിച്ചതായിട്ട് കാണാം. ഇവിടെ പറയുന്നതായിട്ട് കാണാം. 21 പദാർത്ഥങ്ങളാണ് ഇവിടെ ഒരുക്കി വെക്കുന്നത്. ഈ എന്തിനു വേണ്ടിയിട്ട്? സോമയാഗത്തിനായിക്കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ നല്ല സുഖപൂർണമായ ജീവിതത്തിന് വേണ്ടി അങ്ങെന്ത് ചെയ്യുന്നു? ഉത്തമ കർമ്മങ്ങൾ സിദ്ധമാക്കി തരുന്നു. നമുക്ക് വേണ്ടി നമ്മൾ വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി വെക്കുകയാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുക്കി വെക്കുന്നത്. അപ്പോൾ അഗ്നിയോട് പറയുകയാണ്, നീ അത് നമ്മളുടെ പൂർണ്ണ ജീവിതത്തിന് വേണ്ടി, അല്ലെ നല്ല ജീവിതത്തിന് വേണ്ടി അങ്ങിത് ഉപയോഗിച്ച് നമ്മുടെ ലക്ഷ്യം സാധിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ അങ്ങയുടെ സൗഹൃദം ലഭിക്കുന്നത് കൊണ്ട്
ഞങ്ങൾ അങ്ങ് ഞങ്ങളുടെ സൗഹൃദം നമുക്ക് അങ്ങയുടെ സൗഹൃദം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളും അങ്ങും തമ്മിൽ മിത്രഭാവത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരിൽ നിന്നും ഹിംസയുണ്ടാകാൻ പാടില്ല. നേരത്തെ നമ്മളാരെയും ഹിംസിക്കില്ല എന്നും പറഞ്ഞു. അതേസമയം നമുക്കും ആരിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ഈ അഗ്നി ഉപയോഗിച്ച് വേറെയാൾക്ക് നമുക്കെതിരായിട്ടും ദോഷം ചെയ്യാം. ഇപ്പം അഗ്നി ഉപയോഗിച്ചിട്ട് നമ്മളെ വന്നിട്ട് അഗ്നി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ ഇപ്പോൾ ഒരു ബോംബെല്ലാം എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ, അതേസമയം മറ്റുള്ളവരിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കണം. അവർക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കരുത്. ഇനി 416, ഞങ്ങൾ അങ്ങേ വേണ്ടും വിധം ജ്വലിപ്പിക്കുന്നു. അഗ്നിയെ നമ്മൾ ആവശ്യത്തിന് ജ്വലിപ്പിക്കും. നമുക്കറിയാലോ, വീട്ടിൽ പാത്രത്തിൽ പാചകം ചെയ്യുമ്പോൾ ഓരോ സമയത്ത് ചൂട് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ആളിക്കത്തിക്കേണ്ടി വരും, ചിലപ്പം ചെറിയ ചൂടായിരിക്കും. അപ്പം ഞങ്ങൾ അങ്ങേ വേണ്ടും വിധം ജ്വലിപ്പിക്കുന്നു. അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമനുസരിച്ച് ജ്വലിപ്പിക്കും. ഞങ്ങളുടെ കർമ്മം പൂർണ്ണമാക്കിയാലും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കർമ്മം ശരിയാക്കുക. ആവശ്യത്തിന് അഗ്നി ഉപയോഗിക്കുമ്പോൾ ചിലതെല്ലാം ചെയ്യാൻ നല്ല ചൂട് കൊടുക്കണം, ചിലപ്പോഴൊന്ന് ഇളം ചൂടിൽ ചെയ്യണം. അപ്പോൾ നമ്മളുടെ കർമ്മങ്ങൾ സിദ്ധമാക്കി തന്നാലും ഞങ്ങൾ അർപ്പിക്കുന്ന ഹവിസ്സുകൾ ദേവന്മാരാണ് ഭക്ഷിക്കുന്നത്. ഇപ്പം നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയും വെള്ളവും കൊടുത്താൽ അതാരാണ് ഭക്ഷിക്കുന്നത്? അതിൻ്റെ അകത്തൊരു ശക്തി വിശേഷമുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് അതിനെ ഏകോപിപ്പിക്കുന്നത്. ഇന്ദ്രനാണ് അത് എടുക്കുന്നത്. അതാണ് ഇന്ദ്രൻ ഭക്ഷിക്കുന്നു എന്ന് പറയുന്നത്. അല്ലേ, അഗ്നിയാണ് ഭക്ഷിക്കുന്നത്. അഗ്നി എന്തിനെ ഭക്ഷിച്ചു? അരീനെ ഭക്ഷിച്ചു. പിന്നെ നമുക്ക് അരി കിട്ടില്ല. അല്ലേ, വെള്ളത്തെ ഭക്ഷിച്ചു. ഇതെല്ലാം ദേവതകളാണ്. പിന്നെ നമുക്ക് ചോറാ കിട്ടുക. ചോറും അരിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ അർപ്പിക്കുന്നത് ദേവന്മാർ ഭക്ഷിക്കുന്നു. അങ്ങനെയുള്ള ദേവന്മാരെ ഞങ്ങളുടെ യാഗത്തിൽ കൊണ്ടെത്തിക്കുക. അഗ്നി ജ്വലിക്കുമ്പോൾ അങ്ങനെയുള്ള ദേവന്മാരും നമ്മളിലേക്ക് വരണം. അപ്പം അഗ്നി ജ്വലിക്കേണ്ടിക്ക് വായു ആവശ്യമുണ്ട്. അപ്പം വായു അവിടത്തേക്ക് വരണം. അപ്പം മറ്റുള്ള ദേവന്മാരെയും അവിടേക്ക് കൊണ്ടുവരണം. ഇന്ദ്രനെ കൊണ്ടുവരണം. അഗ്നി ജ്വലിക്കുമ്പോൾ ഇന്ദ്രൻ വരും അതിനെ പാചകം ചെയ്ത് തരാൻ. ഇന്ദ്രനാണ് അവിടുത്തെ സൂപ്പർവൈസർ. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ ദേവന്മാരെയും ആ യജ്ഞം പൂർത്തീകരിക്കാൻ ഏതെല്ലാം ദേവന്മാരാണോ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് അവരെയെല്ലാം അഗ്നിയാണ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ദ്രനാണ് എല്ലാ കർമ്മങ്ങളും അതിൻ്റെ അകത്ത് രാസപ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാലും അഗ്നി ജ്വലിക്കുമ്പോഴാണ് ഇന്ദ്രൻ വരുന്നത്. അപ്പോൾ ഇന്ദ്രനെ കൊണ്ടുവരുന്ന ആരാണ്? അഗ്നി തന്നെയാണ്. ഞങ്ങൾ അങ്ങയോട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാണ്. അങ്ങയോട് മിത്രത്തിലായതുകൊണ്ട്, ഞങ്ങൾ അങ്ങയോട് മിത്രം ആയതുകൊണ്ട് മറ്റുള്ളവരും നമ്മളെ ഹിംസിക്കരുത്. അതായത് നമ്മുടെ യജ്ഞങ്ങൾക്ക് ആരും തടസ്സങ്ങൾ സൃഷ്ടിക്കരുത്. ഇനി 417, ആദിത്യൻ ദർശനീയമായതിനെ തുടർന്ന് മിത്രവരുണന്മാരോട് പറയുകയാണ്. ഇവിടെ ദേവതകൾ മിത്രവരുണന്മാരും മറ്റുള്ള ദേവതകളെയും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ആദിത്യനാണ് പ്രധാനപ്പെട്ട. കാരണം നമ്മുടെ എല്ലാ യജ്ഞത്തിനും പ്രേരണ നൽകുന്നത് സൂര്യനാണ്. പിന്നെയുള്ളത് ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആറ്റങ്ങളിലെ ഓർബിറ്റുകളാണ്. അതാണ് വരുണൻ. മിത്രൻ എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യം. പിന്നെ ശത്രുക്കളെ ഓടിക്കുന്ന ആര്യമ എന്ന ദേവനും ഞങ്ങൾ പ്രത്യേകം സ്തുതിക്കുന്നു. അപ്പം പല ദേവതകൾ സൂര്യനോടൊപ്പം സഹകരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സൂര്യനാണ് അഗ്നിയോട് ചേർന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അഗ്നി ഉപയോഗിച്ചാണ് യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ സൂര്യന് വലിയ പങ്കുണ്ട്. നമ്മൾ രാവിലെയല്ലേ ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ അടിസ്ഥാനത്തിലല്ലേ രാവിലെ വൈകുന്നേരമെല്ലാം തീരുമാനിക്കുന്നത്. അപ്പം നമ്മളെ കർമ്മങ്ങളെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. അപ്പം സൂര്യനും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകുന്നുണ്ട് നമ്മിലൂടെ.
അപ്പം അഗ്നിയെ സഹായിക്കാൻ സൂര്യനും അവിടെയുണ്ട്. അതുപോലെ മിത്രവരുണന്മാരും എല്ലാവരും ആര്യമായെല്ലാം. ഇനി 418. നമ്മളിപ്പോഴും നല്ല സ്തുതികൾ ഉയർത്തുകയാണ്. സ്തുതികൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ. നമ്മൾ എപ്പോഴും യജ്ഞം ചെയ്യുമ്പോൾ വേദം വെളുത്തു പറയുകയാണ്, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം, വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യണം. അപ്പം വേദമന്ത്രങ്ങൾ എന്താണ്? സയൻസാണ്. പൂർണ്ണ ബലത്തിൻ്റെ പ്രതീകമായി മാറട്ടെ. അപ്പോഴാണ് നമുക്ക് പൂർണ്ണ ഫലം കിട്ടുന്നത്. നമ്മളെ യജ്ഞം പൂർണ്ണ ബലത്തോടെ പൂർണ്ണമാകും. സയൻസിലൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പൂർണ്ണമായിട്ട് നടക്കും. ഞങ്ങളുടെ നല്ല സ്തുതികളെല്ലാം യജ്ഞം പൂർത്തീകരിക്കുന്നതിന് സഹായകരമായി ഭവിക്കട്ടെ എന്ന് പറയുകയാണ് 418. അതായത് ആ യജ്ഞത്തെ പൂർണ്ണമായ നിലയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന്, പൂർത്തീകരിക്കുന്നതിന് ശരിയായ ശാസ്ത്രതത്വങ്ങൾ നമ്മൾ ഉപയോഗിക്കട്ടെ. അപ്പോൾ അത് പൂർണ്ണ രൂപത്തിൽ നമുക്ക് ഫലം ലഭിക്കും. ഇനി 419 വരുണദേവനോടാണ് പറയുന്നത്. വരുണദേവൻ ഒരു രാസപ്രവർത്തനമാണ്. എല്ലാ യജ്ഞത്തിലും എന്താണുള്ളത്? രാസപ്രവർത്തനങ്ങളാണുള്ളത്. ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് അതിലെ ഓർബിറ്റുകളാണ്, ഓർബിറ്റിലെ ഇലക്ട്രോണുകളാണ്. ആ ഓർബിറ്റിനാണ് ഇവിടെ വരുണദേവൻ എന്ന് പറയുന്നത്. ഞങ്ങൾ അങ്ങേക്ക് സ്തുതി അർപ്പിക്കുന്നു. അതായത് നമ്മളെ ശാസ്ത്രതത്വങ്ങൾ കെമിസ്ട്രിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. വരുണ നിയമമനുസരിച്ച് ഓർബിറ്റുകളെ മനസ്സിൽ കണ്ടുകൊണ്ട്, ഓർബിറ്റിലെ ഇലക്ട്രോണുകളെ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് എന്ത് കിട്ടും? ധനവും സമ്പത്തും തികഞ്ഞവരാക്കുക നീ. ഞങ്ങളെ അങ്ങനെ നമ്മൾ ശാസ്ത്രീയമായി യജ്ഞം ചെയ്യുമ്പോൾ നമുക്ക് ധനവും സമ്പത്തും നേടാൻ ആകട്ടെ. നമ്മൾ യജ്ഞം ചെയ്യുന്നത് എന്തിനാണ്? അതിലൂടെ ധനം നേടാൻ തന്നെയാണ്. മിത്രദേവനോട് പറയാണ്, നമ്മൾ നിങ്ങൾക്കും സ്തുതി അർപ്പിക്കുകയാണ്. കാരണം നിങ്ങൾ നമ്മുടെ മിത്രഭാവത്തിലാണ് കഴിയുന്നത്. മിത്രം എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യം. നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും അനുകൂല സാഹചര്യം, അതിനാണ് മിത്രങ്ങളെപ്പോഴും നമ്മളെ നമ്മളെ സഹായിക്കുന്നവരല്ലേ. അപ്പം മിത്രഭാവം എന്ന് പറയുമ്പോൾ ഇവിടെ അനുകൂല സാഹചര്യത്തിൽ വേണം എന്ത് കർമ്മങ്ങളും ചെയ്യാൻ. ഒരു ചെടി നടുന്നുണ്ടെങ്കിലും നല്ല അനുകൂല സീസണാണോ നോക്കിയിട്ട് വേണം നടാൻ. ആ മിത്രഭവാനോട് പറയുകയാണ്, ഞങ്ങളെ സമ്പത്ത് തികഞ്ഞവരാകട്ടെ. അതായത് യഥാർത്ഥ സമയത്തിൽ കൃഷി വിതച്ചാൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടും. അനുകൂല സമയത്ത്, മഴയൊന്നും ഇല്ലാത്ത സമയത്ത് കൊണ്ട് നല്ല വെയിലത്ത് കൊണ്ട് ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ നന്നാവുമോ? അപ്പോൾ മിത്രന്മാരും സഹകരിക്കുമ്പോൾ, അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളെ സമ്പത്ത് തികഞ്ഞവരായിത്തീരും. അങ്ങനെ നമ്മൾ സ്വർഗത്തെയും, അതായത് ഉന്നത നിലയെയും അന്നത്തെയും പ്രാപിക്കട്ടെ. ഇനി 420 ഇവിടെ ഇന്ദ്രനോടാണ് പറയുന്നത്. മറ്റുള്ളത് നേരത്തെ പറഞ്ഞ ഇന്ദ്രൻ, അതായത് എല്ലാ യജ്ഞങ്ങളെയും പൂർത്തീകരിക്കുന്ന, ഏകോപിപ്പിക്കുന്ന സൂപ്പർവൈസറാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രനോട് പറയാണ്, അങ്ങ് മുഴുവൻ ശത്രുക്കളെയും നശിപ്പിച്ചാൽ. നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ എതിർപ്പുകളെ, അതിനാണ് ശത്രുക്കളെ എന്ന് പറയുന്നത്. അരിയെ ചോറാക്കുമ്പോൾ ഒരു എതിർപ്പും അവിടെയുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്നൊന്നും അരി ചോറാകാതെ. ആ എതിർപ്പിനെ ഇല്ലാതാക്കുന്ന ആരാണ്? ഇന്ദ്രനാണ്, ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം ഇന്ദ്രനോട് പറയുകയാണ്, നമ്മളെ ശത്രുക്കളെല്ലാം നശിപ്പിച്ചാലും, എന്നിട്ട് അവരുടെ എതിർപ്പുകളെ ഇല്ലാതാക്കി ആ ശത്രുക്കളുടെ കയ്യിലുള്ള ധനം നമുക്ക് നേടിത്തരുക. ധനം നേടിത്തരുക എന്ന് പറഞ്ഞാൽ അരിയെ ചോറാക്കുന്നതിന് എതിരായി നിൽക്കുന്ന ശക്തിയെ നശിപ്പിച്ചാൽ നമുക്ക് ചോറ് കിട്ടും. അതിനെ വിറ്റുകൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം. അപ്പം അവരുടെ കൈമേലുള്ള, ആ ശത്രുവിൻ്റെ കൈമേലുള്ള ധനം നമുക്ക് നേടിത്തരുക. ഇനി 421 ഇന്ദ്രനോട് തന്നെയാണ്, അങ്ങയുടെ കൈമേൽ എത്തിച്ചേരുന്ന വിവിധ തരത്തിലുള്ള ധനത്തെ ഞങ്ങൾ നിരന്തരം കാണുന്നുണ്ട്.
അങ്ങയുടെ കയ്യിൽ, ഇന്ദ്രൻ്റെ കൈമിൽ പല ധനങ്ങളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതായത് ഏത് യജ്ഞം ചെയ്യുമ്പോഴും ഇന്ദ്രനാണ് അതിനെ പൂർത്തീകരിച്ച് ധനമാക്കി തരുന്നത്. അപ്പോൾ ഇന്ദ്രൻ എന്തെല്ലാം, ഏത് തരത്തിലുള്ള ധനം ഉണ്ടാക്കാം? ചോറുണ്ടാക്കിയിട്ട് വെക്കാം, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉണ്ടാക്കി വെക്കാം, ഫർണിച്ചറുകൾ ഉണ്ടാക്കി, എല്ലാത്തിലും ഇന്ദ്രനാണ്. അപ്പം പലതരത്തിലുള്ള ധനം ഇന്ദ്രൻ നേടിത്തരും. ഈ ഇന്ദ്രൻ്റെ കൈമലുള്ള ഈ ശക്തിയെ, ധനത്തെ നമ്മൾ തിരിച്ചറിയുന്നു. അങ്ങ് ആ ധനത്തെ നമ്മളിലേക്ക് എത്തിച്ചു തന്നാൽ. ഇനി 422. അങ്ങ് യോഗ്യരായ ജനങ്ങളുടെ അടുത്ത് യോഗ്യമായ ധനം എത്തിച്ചു തരുന്ന മഹാപ്രഭുവാണ്. യോഗ്യരുടെ കൈമൽ ഇന്ദ്രൻ യോഗ്യതക്കനുസരിച്ച് ധനം നൽകുമെന്ന് പറഞ്ഞാൽ, നല്ല ബുദ്ധിമാന്മാർ നല്ല ശാസ്ത്രതത്വം ഉപയോഗിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും, അത് വിറ്റ് നല്ല ധനം ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇന്ദ്രൻ അവർക്ക് നല്ല ധനം നേടിക്കൊടുക്കും. കാരണം എന്താണ്? അവർക്ക് യോഗ്യതയുണ്ട്. അത്രയും ജ്ഞാനമുള്ളവരാണെങ്കിൽ അവർ ഇപ്പം നല്ല കൃഷി ചെയ്യാൻ താല്പര്യം അറിവുള്ളവരാണെങ്കിൽ അവർ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല വിളവുണ്ടാവും. അല്ലാത്തവരാണെങ്കിലോ, അപ്പം യോഗ്യതയുള്ളവർക്ക് യോഗ്യമായ ധനം നൽകുന്നതിൽ അങ്ങ് സമർത്ഥനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോഗ്യത അനുസരിച്ചാണ് ഒരാൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലം കിട്ടുന്നത്. നല്ല ജ്ഞാനമുള്ള അറിവുള്ളവർ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടും. അത് വിറ്റാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം വിൽക്കാൻ നല്ല വില കിട്ടും. അറിയാത്തവൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾ വാങ്ങാനുണ്ടാവില്ല, വിലയും കുറച്ചേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നേടിക്കൊടുക്കുന്ന ആരാണ്? ഇന്ദ്രനാണ്. അങ്ങനെയുള്ള മഹനീയമായ ധനത്തെ ഞങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറയുകയാണ്. ഇനി 423. ഇവിടെ ഇന്ദ്രനോടും അഗ്നിയോടും ഒന്നിച്ച് സ്തുതിക്കുകയാണ്. ഇന്ദ്രനോടും അഗ്നിയോടും കൂടി പറയുകയാണ്, നിങ്ങൾ യജ്ഞങ്ങളുടെ എല്ലാ ഘട്ടങ്ങളിലും യജ്ഞം പൂർത്തീകരിക്കുന്നതിന്, അങ്ങയെ യജിക്കുന്നതിന് യോഗ്യരാണ്. ഒരു യജ്ഞം നടത്തുമ്പോൾ അതിൻ്റെ ഏത് ഘട്ടത്തിലും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ ആ യജ്ഞത്തെ പൂർത്തീകരിക്കും. അതുകൊണ്ട് നിങ്ങളെ യജിക്കുന്നതിന് നിങ്ങൾ യോഗ്യരാണ്. അങ്ങ് പോരാട്ടങ്ങളായാലും കർമ്മങ്ങളായാലും പവിത്രതയോടുകൂടി ചെയ്തു തീർക്കും. പോരാട്ടം എന്ന് പറഞ്ഞാൽ അവിടെ തടസ്സങ്ങളെ മാറ്റുന്നതിലും കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നതിലും അങ്ങ് സമർത്ഥനാണ്. അതിന് യോഗ്യമായ സ്തുതികൾ നമ്മൾ നൽകുന്നു. ആ സ്തുതികളെ ഉൾക്കൊണ്ടാൽ, അതായത് യജ്ഞങ്ങളെല്ലാം ശുദ്ധമായും പവിത്രമായും പൂർണ്ണമായും ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രതത്വങ്ങളെ, അതാണ് സ്തുതിക്കുക. ആ സ്തുതിക്കുന്ന ശാസ്ത്രതത്വങ്ങളെ അങ്ങ് സ്വീകരിച്ചാലും, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് യജ്ഞം പൂർത്തീകരിക്കുന്നത്. ആ ശാസ്ത്രതത്വങ്ങൾ എന്താണ്? പൂർണ്ണമാക്കുന്നതും പവിത്രവുമാണ്. അതായത് ഏറ്റവും ശാസ്ത്രീയമായ നിലയിലാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്. അത് അങ്ങ് പൂർത്തീകരിക്കുക. ഇനി 424. ശത്രുക്കളെ നശിപ്പിക്കുന്നവനാണ് അങ്ങ്. അതായത് ശത്രുത എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ്, നമ്മൾ ഇൻപുട്ടിനെ പ്രൊഡക്റ്റ് ആക്കുമ്പോഴുള്ള എതിർപ്പിനെ നേരിടുന്നവനാണ് അങ്ങ്. രഥത്തിൽ വരുന്നവനാണ്. കാരണം എല്ലാ ലോകത്തിലുള്ള എവിടെ യജ്ഞം നടത്തുമ്പോഴും അതിനെ പൂർത്തീകരിക്കുന്നത് ഇന്ദ്രനാണ്. അപ്പോൾ ഇവിടെ ചോറ് വെക്കും, ഇന്ദ്രൻ ഇവിടെ എത്തണം. അമേരിക്കയിൽ ചോറ് വെക്കും, അമേരിക്കയിൽ എത്തണം. അപ്പോൾ ആ സഞ്ചരിക്കേണ്ടിക്ക് രഥത്തിൽ തന്നെ അത്രയും വലിയ വേഗതയുള്ള വാഹനത്തിൽ സഞ്ചരിക്കണം. അതിനാണ് രഥം എന്ന് പറയുന്നത്. വൃത്രാസുരന്മാരെ ഓടിച്ചവനാണ്. വൃത്രാസുരൻ എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനത്തെ, ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുമ്പോഴുള്ള റിയാക്ഷനെയാണ് വൃത്രാസുരൻ എന്നെല്ലാം പറയുന്നത്. അങ്ങ് ആ വൃത്രാസുരനെ എല്ലാം നശിപ്പിച്ചവനാണ്. ഒരിക്കലും തോൽവി അനുഭവിക്കാത്തവനാണ്. ഇന്ദ്രൻ ഒരിക്കലും തോൽവിയില്ല. നമ്മൾ ചെയ്യുന്ന യജ്ഞം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലേ ഇന്ദ്രൻ എടുക്കുകയുള്ളൂ.
അത് ഏറ്റെടുത്ത് കഴിഞ്ഞ് ഇന്ദ്രൻ അത് പൂർത്തീകരിക്കും. പിന്നെ അദ്ദേഹത്തിന് തോൽവിയില്ല. ആര്? ഇന്ദ്രനും അഗ്നിയും കൂടിയിട്ട്. അങ്ങനെയുള്ള ഇന്ദ്രനും അഗ്നിയും ഞങ്ങളുടെ സ്തുതികളെ യഥാവിധി ഉൾക്കൊള്ളട്ടെ. ഇനി 425 ഇന്ദ്രനോടും അഗ്നിയോടും പറയുകയാണ്, ഋത്തിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കല്ലുകളാൽ മതമുണ്ടാക്കുന്ന സോമത്തെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, ഇടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് സോമയാഗത്തിൽ സോമം ഋത്തിക്കുകൾ എന്ത് ചെയ്തിട്ട് അങ്ങേക്കായിട്ട് ഇന്ദ്രനോടും അഗ്നിയോടും പറയുകയാണ്, അങ്ങേക്കായിട്ട് നല്ലവണ്ണം ഇടിച്ച് കല്ലിൽ ഇടിച്ച് പിഴിഞ്ഞിട്ട് സോമരസം എടുത്തിട്ട് പാത്രത്തിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കായി അർപ്പിക്കുന്ന സ്തുതിഗീതങ്ങളെ അങ്ങ് ഉൾക്കൊണ്ടാലും. എന്നിട്ട് നമ്മളെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്തുതികൾ അർപ്പിക്കുകയാണ്. നിനക്കുള്ള സോമരസം അഗ്നിക്കും ഇന്ദ്രനും ആ അഗ്നികുണ്ഡത്തിലിട്ടിട്ടാണല്ലോ അയക്കുന്നത്. അപ്പോഴാണല്ലോ അതങ്ങ് മുകളിലേക്ക് പോകുന്നത് സോമയാഗത്തിൽ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന സ്തുതികൾ, ശാസ്ത്രതത്വത്തെയാണ് സ്തുതികൾ എന്ന് പറയുന്നത്. ആ സ്തുതികൾ സയൻസും അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ആർക്ക്? ഇന്ദ്രനും അഗ്നിക്കും. ഇന്ന സയൻസ് തത്വപ്രകാരം നീനെ ഈ സോമരസത്തെ അങ്ങ് അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചാലും അപ്പം നമ്മൾ സ്തുതികളെ അനുസരിച്ച് നിങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്.